ഓം ശാന്തി. നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിൽ സംസാരിച്ചാലും എന്ത് ടോപ്പിക്കാണെങ്കിലും നന്നായിട്ട് അറിയുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ 2-3 ആൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിൽ കയറുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരിക, മറന്നു പോവുക, ആകെ തൊണ്ട വരളുന്നു, കൈയും കാലും തളരുന്നു, മൂട്ട് കൂട്ടിയിടിക്കുന്നു, ഹാർട്ട് ബീറ്റ് ഇരട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയതൊന്ന് അതിജീവിക്കാൻ സാധിക്കുക? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പരാതിയാണിത്. ഇന്ന് നമുക്കതിനു വേണ്ടി എങ്ങനെയാണ് നമുക്ക് ഒരു വിഷമവും കൂടാതെ 4 ആളോട് സംസാരിക്കാൻ സാധിക്കുക, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വേണ്ടത്, ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ നോളജ് നമുക്ക് തീർച്ചയായിട്ടും വേണം. എത്ര നമുക്കറിയുന്ന കാര്യമാണെങ്കിലും സംസാരിക്കാൻ ഒരുങ്ങുന്നേക്കാൾ മുന്നേ ഒരു ചെറിയ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് പല ടോപ്പിക്സിനെ കുറിച്ചും നമ്മൾ സംസാരിച്ച് പഠിച്ച് വായിച്ച് എന്നും പഠനം ഒരു ശീലമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ടോപ്പിക് എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സും ഉപബോധ മനസ്സും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ബോധ മനസ്സിന് സങ്കല്പങ്ങളെ ഉരുത്തിരിഞ്ഞ് സംസാരിക്കാനുള്ള പ്രവാഹം തുടങ്ങുമ്പോഴത്തേക്കും ഉപബോധ മനസ്സ് അതിന് അറിയുന്ന റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ ഫയലുകളും ഓപ്പൺ ചെയ്യും. നിരവധി പോയിൻറ്റ്സിന് മാല പോലെ കോർത്തിണക്കി നമ്മുടെ മുന്നിലേക്ക് തരികയും ചെയ്യും. ഇത് നിരവധി താലത്തെ പഠനവും നമ്മുടെ പ്രായോഗികമായിരിക്കുന്ന കാര്യം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതേസമയം തന്നെ ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് അതിനുവേണ്ടി നല്ല ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സാധനങ്ങൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. മൊബൈലിൽ ക്യാമറ ഇല്ലാത്ത ആരുമില്ല. വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കേ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പലരുടെയും പ്രഭാഷണങ്ങൾ കേട്ട് നോക്കുക, പലരുടെയും ക്ലാസ്സുകൾ കേട്ട് നോക്കുക, പല ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ ഏറ്റവും രസകരമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതിന് നമ്മുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സന്ദർഭം സാഹചര്യം വരുന്ന സമയം നോക്കിയിട്ട്, ഇനിയിപ്പം നിങ്ങൾക്കൊരു സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള സന്ദർഭവും സാഹചര്യം വന്നില്ല എന്ന് വിചാരിച്ചോ, നമ്മുടെ വീട്ടിലതായിട്ടുള്ള 4-5 ആളുകളുണ്ടല്ലോ, അവരെ ഓഡിയൻസിനെ പോലെ ഇരുത്തി സ്റ്റേജ് പോലൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. വീടിനുള്ള മുറിയിൽ തന്നെയാണെങ്കിലും അവരെയൊക്കെ അവിടെ ഇരുത്തുക. നമ്മൾ സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്ന പോലെ മൈക്കോ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റമോ എന്തെങ്കിലും അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു സാധനമോ വെച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയും അപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രോബ്ലംസും ആ സമയത്ത് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ച സാധനത്തിന് ആദ്യം പ്രസൻറ്റ് ചെയ്ത് നോക്കണം. ഈ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഏതൊക്കെ വിധങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കൈ എങ്ങനെയുണ്ട്, കാലെങ്ങനെയുണ്ട്, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് എങ്ങനെയുണ്ട്, വരിഞ്ഞു മുറുകിയിട്ടാണോ അതോ റിലാക്സ്ഡ് ആയിട്ടാണോ, നമ്മുടെ കണ്ണുകൾ കണ്ട ഭയം നിഴലിക്കുന്നുണ്ടോ, എല്ലാ കാര്യത്തിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല ബോഡി പോസ്ചറിൽ നന്നായി സംസാരിക്കുന്ന ആളുകളുടെ അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അവരുടെ ബോഡി പോസ്ചർ എങ്ങനെയാണ്, അവർ നിൽക്കുന്ന സമയത്ത് അവരുടെ കാലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതിയുള്ള ഭാഗമാണ് കാണുന്നുള്ളൂ എങ്കിൽ അവിടെ നിന്നോട്ട് അവരുടെ കൈ എങ്ങനെയാവുന്നു, മുഖം എങ്ങനെയാവുന്നു, കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ മുഖഭാവം എങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് നമ്മൾ പഠിച്ചു നോക്കുക. ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത ശേഷം ഞാനത് പഠിക്കാൻ നോക്കുമ്പോൾ കുറേയും കൂടെ ആഴത്തിൽ നമ്മൾ കാണാൻ തുടങ്ങും. ഓ, അവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് ഇങ്ങനെയാണല്ലേ, കൈ ഇങ്ങനെയാണല്ലേ നിൽക്കുന്നത്, അവരുടെ ബോഡി ഇങ്ങനെയൊക്കെയാണല്ലേ പെരുമാറുന്നത്. ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുക, നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ആദ്യമായിട്ടൊരു സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കും, നല്ല രസിച്ച് നമ്മൾ കേൾക്കും. ആ സമയത്ത് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ ആക്ഷൻസ് നടക്കുന്നുണ്ടോ കണ്ടോളന്നേ ഇല്ല. കാരണം ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് കാര്യത്തിലായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി കാണുമ്പോൾ നമ്മളെല്ലാം കണ്ടോളന്നില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് അതിന് നമ്മൾ കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ അതൊന്നും നമ്മൾ വലിയ വ്യത്യാസം ഉണ്ടല്ലോ, എന്നാൽ പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അറിയാതെ നമ്മൾ അതിനെയൊക്കെ ഒന്ന് വീക്ഷിക്കാനായിട്ട് തുടങ്ങും. അത് വീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരും. നമുക്ക് പറയാൻ കറക്റ്റ് നമ്മുടെ ഒരു സ്ക്വയറിൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്വയർ ഇവിടെ തൊട്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ഒരു ആംഗിളിൽ വേണം നമ്മുടെ കൈകൾ ആക്റ്റീവ് ആവാൻ, കൈ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം. അത് കുറേ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ അതും ഒരു വികൃതമായിട്ട് തോന്നിപ്പോവും. അതേസമയം തന്നെ കൈകൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് തോന്നില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും കാര്യത്തെ ഫ്രീ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കൈയൊക്കെ തന്നെ സംസാരിക്കും. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. കൂട്ടുകാരോട് സംസാരിക്കുകയാണെങ്കിൽ അറിയാതെ നമ്മൾ കൈയൊക്കെ എടുക്കുന്നുണ്ടാവും, ഫോണിലാവും സംസാരിക്കുന്നുണ്ടായിരിക്കുക, ഏതോ ദൂരത്തിരിക്കുന്ന കൂട്ടുകാരൻ. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടാൽ അവർ കാണുന്നുണ്ടെന്ന് തോന്നിപ്പോവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അവരെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പം എൻ്റെ കൈയും കാലും ഒക്കെ അറിയാതെ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും വരെ
4 5 തവണ വീണ്ടും 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 നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കുക, വീണ്ടും കാണുക, വീഡിയോ എടുക്കുക, വീണ്ടും കാണുക. അങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ തയ്യാറായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാറ്ററൊക്കെ പറഞ്ഞു തീരും. ഇതാണ് ആദ്യത്തിലൊക്കെ ഉണ്ടാകുന്ന അനുഭവം. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ അതേ ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് ഓർമ്മ വരും, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ മാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ചെറിയൊരു സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൽ വിരോധമില്ല, നമ്മൾ ആ പോയിന്റ് രസകരമായിട്ട് അവതരിപ്പിച്ചാൽ മതിയാവും. അതല്ല ഒരു ലോങ് സ്പീച്ചാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പീച്ചിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഹ്യൂമറസ് ആയിരിക്കുന്ന രസകരമായിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എല്ലാ മനുഷ്യന്മാരുടെ ആഗ്രഹം എന്താണ്? ചിരിക്കാനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയുന്നതായിട്ടുള്ള കാര്യം എത്ര സീരിയസ് ആണെങ്കിലും അതിൽ കുറച്ച് നർമ്മം കലർന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ പോയിട്ട് അത് തങ്ങി നിൽക്കും. ആ പറഞ്ഞൊരു രീതിയെ എന്ന് നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്കൊരു ലോങ് ആയിട്ടുള്ള സ്പീച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ ആ മാറ്ററിൻ്റെ കൂടെ ഇത്തരത്തിലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. പിന്നെ പറയുന്ന സമയത്ത് എത്ര പോയിന്റ് നമുക്ക് പറയാനുണ്ട്, ആ പോയിന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മളതിനെ പലതവണ ആവർത്തിച്ച് ഉറപ്പിച്ച് നമ്മളോട് തന്നെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനനം ചെയ്ത് നോക്കി അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് ഉൾക്കൊണ്ടിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. 3 പോയിന്റ് ആണെങ്കിൽ 3 പോയിന്റ്, 4 പോയിന്റ് ആണെങ്കിൽ 4 പോയിന്റ്. അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ആ പോയിന്റിന് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കുറേയും കൂടെ നന്നായിരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റഡി തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റഫ് എത്രയാണോ അത്ര ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭയം ഇല്ലാതാക്കാൻ വേണ്ടി അതിനുള്ളതായിരിക്കുന്ന പ്രിപ്പറേഷൻ ചെയ്യണം. മൂന്നാമത് നമ്മളെല്ലാം റെഡിയായി സ്റ്റേജിൽ പോകാമെന്ന് വിചാരിക്കൂ. സ്റ്റേജിൽ പോയിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറുന്നതിനേക്കാൾ മുന്നായിട്ട് നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിടുക. പിന്നെ അന്നത്തെ ദിവസം ഇന്ന് പ്രോഗ്രാം ചെയ്യേണ്ടതാണെന്നുള്ള ടെൻഷൻ അടിച്ച് ഒരു എക്സസൈസും ചെയ്യില്ല, ഒരു കാര്യം ചെയ്യില്ല, ആകെ കൂടെ ഇങ്ങനെ വരിഞ്ഞു മുറുകിയ അവസ്ഥയിൽ വരരുത്. അത് നമുക്ക് എപ്പോഴും ലൈറ്റായിട്ടുള്ള വേല വരികയാണെങ്കിൽ നമ്മുടെ ഭയം തന്നെത്താൻ നമ്മളെ വിട്ടുപോകും. ഭയത്തെ ജയിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ആ പ്രോഗ്രാമിന് പോണേക്കാൾ മുന്നേ സ്റ്റിഫായിട്ട് ഇങ്ങനെ ഇരിക്കാതെ കൂടുതലവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ലൈറ്റ് മൂഡിൽ വന്ന് റിലാക്സ്ഡായി ഈ പോയിന്റ്സൊക്കെ തന്നെ സംസാരം തമാശയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. അഥവാ നിങ്ങളുടെ കൂടുതലവരോട് ഇതൊക്കെ നല്ല രസമുള്ള പോയിന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ആ ഒരു ഷെയറിങ് ഒരുപാട് നമ്മുടെ ആ മെമ്മറീനെ കൂട്ടാനും ഭയം ഇല്ലാതാക്കാനും സഹായിക്കും. മാത്രമല്ല നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് പോണ ദിവസം എക്സസൈസ് ചെയ്യാനും എനർജറ്റിക് ആവാനും ശ്രമിക്കണം. പിന്നെ വയറ് നിറച്ചുള്ള ഫുഡ് കഴിക്കരുത്. അത് നമുക്ക് തന്നെത്താൻ നമ്മുടെ വയറ്റിൽ ടെൻഷൻ കൂടിയാകുമ്പോൾ ഗ്യാസ്ട്രിക്സ് നന്നായിട്ട് വരും. ഗ്യാസ്ട്രിക് വന്നു കഴിഞ്ഞാൽ തലയിലേക്ക് ഒരു വെയിറ്റ് പോലെ തോന്നാൻ തുടങ്ങും. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഒരുപാട് ഗ്ലൂക്കോസ് നമ്മുടെ തലയിൽ വേണ്ട ഒരു പ്രക്രിയയാണ് സംസാരം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ അധികം ആഹാരം കഴിച്ചു പോയാൽ വേണ്ടത്ര ഗ്ലൂക്കോസിൻ്റെ സപ്ലൈ നമ്മുടെ തലയിലേക്ക് കിട്ടില്ല. അതുകൊണ്ടും പല പോയിന്റ്സും മറന്നു പോയേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ റിലാക്സ്ഡായി വെയ്റ്റ്ലെസ് ആയി വന്ന് ആ സ്റ്റേജിൽ കയറി നമുക്ക് സംസാരിക്കേണ്ട സമയത്തേക്കാൾ മുന്നായിട്ട് നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിട്ടേക്കുക. ആ ശ്വാസം വലിച്ചു വിട്ട് കഴിയുമ്പോൾ തന്നെ പകുതി സ്ട്രെസ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇങ്ങനെ നമ്മളൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായി സംസാരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം പലതവണ ഓരോ പ്രാവശ്യവും നമ്മൾ സംസാരിക്കുന്നതിനെ വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു നോക്കി എന്തൊക്കെ തിരുത്തൽ വേണോ വീണ്ടും കണ്ട് പലതവണ നമ്മുടെ ഒരേ സ്പീച്ച് തയ്യാറായിട്ടാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾ കയറി പറയുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്കൊരു ഫ്ലോ ആയിട്ട് അതങ്ങനെ അങ്ങ് ചെന്ന് പ്രിൻ്റായ പോലെ അവിടെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ അത് പ്രിൻ്റാണ്. അതുകൊണ്ട് കൊടുക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് അവരുടെ മനസ്സിലും അത് പ്രിൻ്റായി നിൽക്കും. നിങ്ങൾ പലതവണ അത് ആലോചിച്ച് ആനന്ദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വൈബ്രേഷൻ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. കേൾക്കുന്നവർക്ക് അത് വളരെ രസകരമായിട്ട് അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതെല്ലാം നമ്മൾ തയ്യാറായി കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാൻ പോണേക്കാൾ അന്നത്തെ ദിവസം രാവിലെ ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം ആ ഒരു എത്ര ആളുകളാണോ, ഒരു 1000കണക്കിന് ആളുകളായിക്കോട്ടെ, ആ ആളുകളെ മുഴുവൻ നമ്മൾ മനസ്സിൽ കാണുക. നമ്മൾ നിന്നിട്ട് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ആ പോയിന്റ് ഒക്കെ ഉള്ളിലേക്ക് വന്ന് സന്തോഷം മതിയാവാതെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ സ്വയം അത് കഴിഞ്ഞ ശേഷം അവനവന് വേണ്ടി നന്നായിട്ട് കൈയടിക്കുക, നമ്മളെ സന്തോഷിപ്പിക്കുക. ഇത്രയും പോയിന്റ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ശാരീരികമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുന്നത്, അതുപോലെ കുറച്ച് ലൈറ്റ് വരെ ഇരിക്കുന്നത്, പോയിൻറ്റ്സിനെ വീഡിയോ ചെയ്ത് വീണ്ടും വീണ്ടും നമ്മളെ പ്രിപ്പയർ ചെയ്ത് അത് നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഒരുപോലെ ഒരു ഫ്ലോ ആക്കി മാറ്റുന്നത്. ഈ രീതിയിലൊക്കെ ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കൂടുതൽ പഠിക്കുന്നു, എത്ര കൂടുതൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നു, അത് നമ്മുടെ സ്വഭാവമായി മാറും. നമ്മൾ എപ്പോൾ എഴുന്നേറ്റ് ഒരു 2 വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കിലാണ് പറയേണ്ടത്, എന്താ വേണ്ടേ എന്ന്
ചോദിക്കാനും പറയാനും പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആവും. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ഇത്തരം ഇൻഫർമേഷൻ പോസിറ്റീവ് എനർജി നിറഞ്ഞ ഫയലുകളാവും. ഒരു ഗുണം പോസിറ്റീവായിരിക്കുന്ന ഇത്തരം തോട്ട്സ് നിറയുന്നതോടെ അറിയാതെ ഭയം എവിടേക്കോ ഒഴുകിപ്പോവും. ഫുൾ പോസിറ്റീവായി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇത് കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു നോക്കേണ്ടത്. എല്ലാവർക്കും പറ്റുന്നതാണ്, ചെയ്തു നോക്കണം. നിങ്ങളുടെ ഭയത്തെ അകറ്റിക്കൊണ്ട് എപ്പോൾ ആര് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാലും ഫ്രീ ആയി വന്ന് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.